ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുമ്പോഴത്തേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പം ഏകദേശം തൃശ്ശൂരിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ മാറിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ എടുത്തേക്കുന്ന ദിവസം തന്നൊരു ശനിയാഴ്ചയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ 8:30 തൊട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ സ്പോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 12 മണിക്ക് നമുക്ക് പരശുറാം എക്സ്പ്രസ് ഉണ്ട്, അതിൽ തിരിച്ച് പോകാനാണ്. അപ്പോൾ 8:30 തൊട്ട് 12 മണി വരെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഏതൊക്കെ ട്രെയിനുകളെ കടന്നു പോകുന്നതെന്ന് നമുക്ക് ഇന്ന് സ്പോട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേഷൻ്റെ അകത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. 4 ട്രാക്കുണ്ട്, ലൂപ്പ് ലൈന്, മെയിൻ ലൈനൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ടൊക്കെ ട്രാക്കുണ്ട്, അവിടെ ഈ ഗുഡ്സ് ട്രെയിനൊക്കെ ഇടുന്ന ആ ഒരു സ്പേസ് ആണ് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്ന 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അങ്ങോട്ടാണ് നമ്മൾ എറണാകുളം പോകുന്ന റൂട്ടാണ്. അവിടെ വലിയൊരു വളവും ഒരു ലെവൽ ക്രോസൊക്കെ ഉണ്ട്. അപ്പുറം 2ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അതിന് ലെന്ത് കുറവാണ് കേട്ടോ. ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിന് കുറച്ചും കൂടെ ദൂരമുണ്ട്, അതായത് ഇവിടം വരെ ഉള്ളൂ. ഇതിന് അങ്ങോട്ടാണ് തൃശ്ശൂർ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യം സ്പോട്ട് ചെയ്യുന്ന 2 വണ്ടികളാണ്. ഒന്ന് SMVT ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ വീക്കിലി ശനിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന AC എക്സ്പ്രസ് ആണ് വരുന്നത്. പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മുടെ എറണാകുളത്തുനിന്ന് ടാറ്റാനഗർ എക്സ്പ്രസ്സും വരുന്നുണ്ട് കേട്ടോ. ഈ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സിന് സിഗ്നൽ കൊടുത്തിട്ടില്ല. മറ്റേ കോട്ടയം നിലമ്പൂർ വണ്ടി ഇപ്പം പോയതേ ഉള്ളൂ, അതുകൊണ്ട് സിഗ്നൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 2 വണ്ടികളാണ് നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ തിരുവനന്തപുരം നോർത്ത് AC സ്പെഷ്യൽ എക്സ്പ്രസ്സും സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ ടാറ്റാനഗർ എക്സ്പ്രസ്സും വന്നിട്ട് പോയി കേട്ടോ. അതിപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഇവിടെ കിടന്നു കേട്ടോ. കാരണം മറ്റേ നിലമ്പൂർ എക്സ്പ്രസ് ഉള്ളൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയതിന് ശേഷമാണ് പിന്നെ ഇവിടുന്ന് സിഗ്നൽ കൊടുത്തത്. ഇപ്പോൾ ഉടനെ തന്നെ അടുത്ത 2 വണ്ടികൾ വരാൻ പോകുന്നുണ്ട്. ഒന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. പിന്നെ അപ്പുറത്തൂടെ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ധാൻബാദ് വരെ ഡെയിലി സർവീസ് നടത്തുന്ന ധാൻബാദ് എക്സ്പ്രസ്സും വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ ധാൻബാദ് എക്സ്പ്രസ്സും തിരുവനന്തപുരം ജനശതാബ്ദിയും സ്കിപ്പ് ചെയ്ത് പോയി. ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഴക്കാറൊക്കെ വന്ന് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, മഴ പെയ്ത് തുടങ്ങുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത 2 വണ്ടികൾ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് പാലക്കാട് നിന്ന് എറണാകുളം വരെ പോകുന്ന മെമു ആണ് കേട്ടോ, അതിനിവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ, കോട്ടയം വഴി കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരതം വരുന്നുണ്ട് കേട്ടോ. ഏറനാടാണ് വരേണ്ടത്, പക്ഷേ ഏറനാടിൻ്റെ ചാലക്കുടി പിടിച്ചിട്ടേക്ക് അവിടെ വെച്ചിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് ഇത് വരുന്നത്. വന്ദേ ഭാരത് ഇരിഞ്ഞാലക്കുട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും. പിന്നെ ഇപ്പുറത്തുനിന്ന് മെമു ഒള്ളൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റേഷനാണ് ഈ പുതുക്കാട് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം വന്ദേ ഭാരതും മെമു ആണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ എറണാകുളം മെമുവും കാസർഗോഡ് വന്ദേ ഭാരതിനെയൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്തേ. ഇനി നമുക്കിവിടെ സ്റ്റോപ്പ് വരുന്ന വണ്ടികളെ പറ്റി പറയുകയാണെങ്കിൽ മെമു അതുപോലെ പാസഞ്ചർ എല്ലാത്തിനും ഇവിടെ സ്റ്റോപ്പുണ്ട്. അതുകൂടാതെ എക്സ്പ്രസ് പറയുകയാണെങ്കിൽ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സിന് സ്റ്റോപ്പുണ്ട്. പിന്നെ നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവിന് ഇവിടെ സ്റ്റോപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരൈ ഗുരുവായൂർ, അതിന് ഗുരുവായൂരിൽ നിന്ന് മധുരയിലോട്ട് പോകുമ്പോൾ മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. മധുരയിൽ നിന്ന് ഗുരുവായൂർ പോകുമ്പോൾ ഇവിടെ അതിന് സ്റ്റോപ്പില്ല കേട്ടോ. ഇതൊക്കെയാണ് എക്സ്പ്രസ് സ്റ്റോപ്പ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലപുരം വരെ ഡെയിലി സർവീസ് നടത്തുന്ന ഏറനാട് എക്സ്പ്രസ് ആണ്. അത് വരാറായിട്ടുണ്ട്, അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ മംഗലപുരം ഏറനാട് എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ അടുത്ത വണ്ടി തൊട്ട് പുറകെ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ CSMT വരെ പോകുന്ന വീക്കിലി എക്സ്പ്രസ് ആണ്. ശനിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അപ്പോൾ അതിന് സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടില്ല, കാരണം ഏറനാട് ഇപ്പോൾ പോയതേ ഉള്ളൂ. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്, അത് വരാറായിട്ടുണ്ട്.
അങ്ങനെ മുംബൈ CSMT വീക്കിലി എക്സ്പ്രസ് ഇവിടെ സ്കിപ്പ് ചെയ്ത് വന്നപ്പം സിഗ്നൽ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ വണ്ടി നിർത്തുന്നതിന് മുമ്പ് തന്നെ സിഗ്നൽ കൊടുത്തു. പിന്നെ പെട്ടെന്ന് അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത 2 വണ്ടികൾ വരുന്നുണ്ട്. ഒന്ന് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ഡെയിലി സർവീസ് എക്സിക്യൂട്ടീവാണ്. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അത് വരാറായിട്ടുണ്ട്. ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പുറത്തുനിന്ന് മറ്റേ തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട് വരെ ഡെയിലി സർവീസ് പാലരുവിയും വരുന്നുണ്ട് കേട്ടോ. പാലരുവിക്ക് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ലേ. പിന്നെ നേരത്തെ സ്റ്റോപ്പിൻ്റെ കാര്യം വരുമ്പോൾ പരശുറാം എക്സ്പ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് 5 വണ്ടികൾ എക്സ്പ്രസ് വരുന്നത്, സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഇനി ഈ ആലപ്പുഴ എക്സിക്യൂട്ടീവും അതുപോലെ പാലരുവി എക്സ്പ്രസ്സുമാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ പാലരുവിയും സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ഇവിടെ വന്നിട്ട് പോയേ. ഇനി അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് പുതുതായിട്ട് LHB ആക്കി കിട്ടിയ എറണാകുളം KSR ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ LHBയുടെ ഫസ്റ്റ് റൺ വരുന്നത്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. നമുക്ക് 2 പുതുപുത്തൻ റേക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. 2025 മേഡ് റേക്കുകളാണ്. നമ്മുടെ വേനാടും ജനശതാബ്ദിയും കഴിഞ്ഞിട്ട് പിന്നെ നീല കളർ വരുന്ന റേക്കാണ് എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനും നീല കളറല്ല, അതിൽ പാൻട്രി കാറും പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ റെഡ് LHB കൊടുത്തിരുന്നത്. പക്ഷേ മിക്കതും 2025 മേഡാണ്. ചിലത് അങ്ങാണ്ട് 2024 ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അത് നേരിട്ട് കണ്ടില്ല. ഇന്നലെ എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് 2ാമത്തെ റേക്കിൻ്റെ പുതിയ റണ്ണാണ് കേട്ടോ. ഇന്നലെ ആദ്യത്തെ റേക്ക് പോയി. അതാണ് ഇനി തിരിച്ച് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം പോകുന്നത് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം പോകുന്ന ഇൻ്റർസിറ്റിയുടെ ഫസ്റ്റ് LHB റണ്ണാണ് ഇന്ന്. അത് ഈവനിങ് ആണ് ഇവിടെ സ്കിപ്പ് ചെയ്യുന്നത്. അത് ഇന്ന് ഞാൻ സ്പോട്ട് ചെയ്യുന്നില്ല, ഞാൻ ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് 2ാമത്തെ റേക്ക് ഇന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതാണ് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വന്ന ഇൻ്റർസിറ്റി. ഈ വണ്ടിയാണ് ഇനി അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്.
അങ്ങനെ എറണാകുളം KSR ബാംഗ്ലൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയെ. കോച്ചുകൾ നല്ല തിളക്കമൊക്കെ ഉണ്ട്, ഇങ്ങനെ തന്നെ നിലനിർന്ന് പോട്ടെ. കാരണം മെയിൻ്റനൻസും കറക്റ്റായിട്ട് നടന്ന് ഇതിനകത്ത് യാത്ര ചെയ്യുന്നവരൊക്കെ നല്ലപോലെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ ഇങ്ങനെ ഇത് നിലനിർത്താൻ പറ്റും. പിന്നെ 3 സ്റ്റേറ്റിൽ കൂടെയും പോകുന്നതാണ്, പിന്നെ സ്ഥിരം ഓടുന്നതാണല്ലോ. ഇത് കർണാടക, കേരള, പിന്നെ അതുപോലെ തമിഴ്നാട് വഴിയൊക്കെ യാത്ര ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ സ്ഥിരം സർവീസുള്ള 2 റേക്കുകളും കൂടെ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, പെട്ടെന്നൊക്കെ ഇതാവാം. പിന്നെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരാറായിട്ടുണ്ട്. അടുത്ത തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ സ്ഥിരം സർവീസ് ചെയ്യുന്ന കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ആണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അതാണേ. അങ്ങനെ കോഴിക്കോട് ജനശതാബ്ദി സ്കിപ്പ് ചെയ്ത് പോയേ. ഇതിനി എന്നാണോ എന്താ LHV ആവുന്നത്. യാത്രക്കാർക്കൊക്കെ നല്ല അത്യാവശ്യമുള്ളൊരു വണ്ടി, LHV ആയി കിട്ടാൻ അത്യാവശ്യമുള്ളൊരു വണ്ടിയാണ് ഈ ജനശതാബ്ദി എന്ന് പറഞ്ഞത്. കുറേ വണ്ടികളുണ്ട് അതിൽ. ഈ ജനശതാബ്ദി LHV ആവേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്നാണെന്തോ റെയിൽവേ ഇതൊക്കെ LHV ആക്കുന്നത്. എന്തായാലും അറിയില്ല, ആക്കുമ്പോൾ ആക്കട്ടെ, എന്തായാലും ആക്കുമെന്നുള്ള വിശ്വസിച്ചിരിക്കുന്നു. എന്തായാലും നമ്മളിനി അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് മംഗലപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന, ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അത് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അടുത്ത സ്പോട്ട് ചെയ്യുന്നത് അതാണ്. അങ്ങനെ തിരുവനന്തപുരം വന്ദേ ഭാരത് സ്കിപ്പ് ചെയ്ത് പോയേ. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്നും ചണ്ഡീഗഡ് വരെ പോകുന്ന കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ്. അത് ഇരിഞ്ഞാലക്കുട വെച്ചിട്ട് വേനാട് എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വരാറായിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. നല്ല മഴക്കാറുണ്ട്. നേരത്തെ ഒന്ന് പെയ്ത് തോന്നുന്നതേ ഉള്ളൂ. അങ്ങനെ കേരള സമ്പർക്രാന്തി സ്കിപ്പ് ചെയ്ത് പോയേ. ഇനി അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുന്ന 2 വണ്ടികളാണ്. ഒന്ന് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ശബരി എക്സ്പ്രസ് വരുന്നുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. ഇപ്പുറത്തുനിന്ന് നമ്മുടെ ഈ കേരള സമ്പർക്രാന്തിൻ്റെ ഓവർടേക്കിംഗ് കിട്ടിയ വേനാട് എക്സ്പ്രസും വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ പോകുന്ന കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്, വേനാടും ശബരിയും.
നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്, അങ്ങ് ദൂരെ മഴ പെയ്യാണ് കേട്ടോ. മഴയത്താണ് ഈ ശബരി വരുന്നത്. ഇവിടെയും പൊടിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങ് ദൂരെ. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. മഴയത്താണ് ശബരി വരുന്നത് ഇങ്ങോട്ട്. അങ്ങനെ ശബരി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്തേ. ശബരി എക്സ്പ്രസ് വേനാട് വരുന്ന സമയത്ത് ഇവിടെ സിഗ്നൽ കൊടുത്തില്ല. ശബരി എക്സ്പ്രസ് ഉള്ളൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റോളം പിടിച്ചിട്ട് അതിന് ശേഷം വന്നത്. പക്ഷേ ഇവിടുത്തെ ലെവൽ ക്രോസ് തുറന്നില്ലായിരുന്നു കേട്ടോ. ശബരിയും കൂടെ പോയതിന് ശേഷം ഇവിടെ ലെവൽ ക്രോസ് തുറന്നേ. വേനാട് പോയൊരു 3 മിനിറ്റ് എടുത്ത് കാണും. 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശബരി ഇവിടെ സ്കിപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പം ശബരി പോയ ഉടനെ മഴ തുടങ്ങി. ഇപ്പോൾ നല്ല മഴ ചെയ്യും ഇവിടെ. ഇനി അടുത്ത ശബരിയുടെ തൊട്ട് പറഞ്ഞാൽ അടുത്ത വണ്ടി വരുന്നുണ്ട്. പോർബന്തറിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ പോകുന്ന ഒരു വീക്കിലി എക്സ്പ്രസ് ആണ്. അപ്പോൾ അത് വരുന്നുണ്ട്. ഇന്ന് 1 മണിക്കൂർ വണ്ടി ലേറ്റാണ്. അപ്പോൾ അതിപ്പോൾ ഉള്ളൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശബരി പോയതുകൊണ്ട് ചിലപ്പോൾ ഉള്ളൂർ പിടിച്ചിടുമായിരിക്കും. ഇനിയിപ്പോൾ സിഗ്നൽ കൊടുക്കത്തുള്ളൂ. ഇവിടെ എന്തായാലും ലെവൽ ക്രോസ് അടച്ചിട്ടില്ല. മറ്റേ വേനാടും ശബരിയും പോയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ ലെവൽ ക്രോസിൽ. അപ്പം അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യുന്ന അതാണ് തിരുവനന്തപുരം നോർത്ത് വീക്കിലി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇപ്പം പോയത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ആസാദ് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗല ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ്. ഇതിപ്പോൾ മൺസൂൺ ടൈം ടേബിൾ കാരണം ഇപ്പോൾ രാവിലെ എറണാകുളത്ത് നിന്ന് എടുക്കും, 10:30 ആകുമ്പോൾ ഇപ്പോൾ എടുത്ത് അങ്ങനെയാണ് പോകുന്നത്. നേരത്തെ 1:30 ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, 1:25 കണ്ട് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10:30 ഇത് എറണാകുളത്ത് നിന്ന് ഇടുന്നത് കേട്ടോ. നല്ല മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ സ്പോട്ടിയും വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ വേനാട് എക്സ്പ്രസിൻ്റെ ലോക്കോ നല്ല വെറൈറ്റി ഒരു ലോക്കോ ആയിരുന്നു. അത് ഈ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഈ റൂട്ടിൽ കിടന്ന് ഓടുന്നുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു, വീഡിയോസൊക്കെ കണ്ടു, അല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് കുറേ നാൾക്ക് മുമ്പേ കേരള എക്സ്പ്രസ്സിൽ ഒരു ഈ ലോക്കോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഏതോ യാത്രയുടെ ഇടയിൽ ഞാൻ കണ്ടതാണ്. അത് ഞാൻ ഇങ്ങനെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോക്കോ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നത് ഇന്നാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ട്രെയിൻ സ്പോട്ടിയും വീഡിയോ ഇത്രേ ഉള്ളൂ. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്പോട്ടിയും വീഡിയോ
ഇത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇന്ന് ഒരുപാട് സ്പോട്ട് ചെയ്യാൻ പറ്റിയ ട്രെയിൻ. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റും രണ്ട് രീതിയിൽ കിട്ടി. വെയിലുള്ള സമയത്ത് സ്പോട്ട് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ മഴ സമയത്തും സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.